ഹലോ, വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ഞാനൊരു വെറൈറ്റി പിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ കൈപ്പക്ക കൊണ്ടുള്ള പിക്കിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കൈപ്പക്ക എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. പുളി കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓണാക്കി വെക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കൈപ്പക്കയും ഇതിലേക്കിടാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപ്പ് ഇടാവുന്നതാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പിക്കിൾ പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായംപൊടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി റെഡിയാക്കി വെക്കാം. കയ്പ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഈ പിക്കിൾ പൗഡറും കായവും ചേർത്ത് വെച്ചിരിക്കുന്ന മിശ്രിതം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചാൽ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാവുന്നതാണ്. നമുക്ക് അരിഞ്ഞു വെച്ച മുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരയുടെ ഒരു പകുതി കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഒരു 1/2 ആണി ശർക്കര. ഇനി ഇത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. അടുത്തത് ഇതിലേക്കുള്ള വറവാണ്. സാധാരണ പോലെ കടുകും ചുവന്ന മുളകും കറിവേപ്പിലിട്ടിട്ട് നല്ല വറവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കൈപ്പക്ക പിക്കിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2-3 ദിവസത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.